ഫ്രണ്ട്സ്, സ്പൈസി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിന്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് റവ ഇടാം, 1/2 കപ്പ് മൈദ, 1 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/4 ടീസ്പൂണിന്റെ പകുതി മാത്രം സോഡാപ്പൊടി, ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയുടെ കൂടെ തന്നെ ഒരു 5 ഏലക്ക കൂടെ ഇട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ച പഞ്ചസാരയും ഏലക്കയും കൂടെ ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചെടുത്ത ജാറിലേക്ക് തന്നെ നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതോടെ നമുക്ക് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ എള്ള് കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് മിക്സ് ആക്കിയ ഉടനെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിന്റെ കൺസിസ്റ്റൻസി ഒരുപാട് തിക്കാവാനും പാടില്ല, ലൂസാവാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണ്ടത്. നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പിച്ചിയെടുത്ത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വശം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു ഡിഷിലേക്ക് മാറ്റാം. പുറം നല്ല ക്രഞ്ചിയും ഉള്ളും നല്ല സോഫ്റ്റും ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.